ആരും എന്നെ വിഷമിപ്പിച്ചിട്ടില്ല. ഞാൻ എല്ലാ സ്ഥലത്തും പോകുമ്പോൾ എനിക്ക് വളരെ സ്വീകാര്യത ഉണ്ടായിട്ടുള്ളൂ. അവരൊക്കെ എനിക്ക് സ്വീകാര്യമായിട്ട് പണം തരാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ ഞാൻ പറയാറുണ്ട്, ഞാനൊരു പ്രായമുള്ള 10-15 തയ്യൽക്കാർക്ക് പെൻഷൻ കൊടുക്കുന്നുണ്ട്, ഗുരുദക്ഷിണ എന്ന് പറഞ്ഞിട്ട്. 50 വർഷമൊക്കെ തയ്യൽ തൊഴിൽ ചെയ്തിട്ട് ഇന്ന് ക്ഷീണിച്ചു പോയ ആളുകളുണ്ട്, കുറേ ആളുകൾ. ഇക്കാലത്ത് മോട്ടറൊക്കെ ഉണ്ട്, അക്കാലത്ത് മോട്ടറില്ലാതെ പണിയെടുത്തവരാ. പക്ഷേ കുടുംബം പോറ്റാൻ വേണ്ടിയിട്ട് ജോലി എടുത്തവരാ. ഇന്ന് അവർക്ക് സൂചി ഓർക്കാൻ പറ്റില്ല, തയ്ക്കാൻ പറ്റില്ല, ക്ഷീണിതരാണ്. ഇവരൊക്കെ ഗവൺമെൻറ് എന്തെങ്കിലും പെൻഷൻ കൊടുക്കണ്ടോ എന്ന് വെച്ചാൽ കൊടുക്കണ്ടാവും. പക്ഷേ അതുകൊണ്ടൊന്നും ആവില്ല. എനിക്കൊന്നും അങ്ങനെ ആവില്ല. ഞാൻ ഈ ക്ലാസ്സിൽ എന്ത് ചെയ്യുന്നു വെച്ചാൽ, എൻ്റെ ഏത് ക്ലാസ് നടത്തുകയാണെങ്കിലും ഞാൻ അവരോട് ആദ്യമേ പറയും, ഈ കാണുന്ന നിവേദിതയുടെ പടം എൻ്റെ ബാഗിലുണ്ടാവും. ഞാൻ ആദ്യം ആ ക്ലാസ് നടത്തുന്നതിന് മുന്നിൽ വെക്കും, മാല ചാർത്തും, ഞാൻ തൊട്ട് നെറുകിൽ വെച്ചതിന് ശേഷം എൻ്റെ ക്ലാസ് ആരംഭിക്കും. അപ്പോൾ ഞാൻ അവരോട് ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോൾ എല്ലാവരും 1 രൂപ ദക്ഷിണയെങ്കിലും ഇടണം. ഞാൻ സൗജന്യമായിട്ട് പഠിപ്പിക്കുക എന്നുള്ള ഭാവങ്ങളുള്ളവരുണ്ടാവണ്ട. ഈ ദക്ഷിണ എനിക്കുള്ളതല്ല. ഞാനിങ്ങനെ ഒരു 10-15 പേർക്ക് ഗുരുദക്ഷിണ കൊടുക്കുന്നുണ്ട്. 2 മാസം കൂടുമ്പോൾ ഈ തോത് എത്രയുള്ള വെച്ചാൽ തോതനുസരിച്ച് കൊടുക്കും. വിഷു ഓണം ഒക്കെ വരുമ്പോൾ ചിലപ്പോൾ ഞാൻ ഒരിക്കലും കിറ്റ് കൊടുക്കും, അല്ലെങ്കിൽ ഒരു മുണ്ട് വാങ്ങിക്കൊടുക്കും, ഷർട്ട് വാങ്ങിക്കൊടുക്കും. ഈ പണം ഞാൻ അതിന് ഉപയോഗിക്കാറുണ്ട്. ഇതാണ് എൻ്റെ ഒരു സേവന ജീവിതം.